Respected Ebiachin, Vice President of Diocese of Southwest America, MMVS, all our clergies who have joined today, all the elders, Kochamas, especially Rija Kochama who has joined from UK to give us the message, all my dear mothers, all the regional and unit secretaries, all my dear sisters who have joined today. On behalf of the Diocese of Southwest America, I welcome you all to this blessed fasting prayer. Let us all prayerfully sit, submitting ourselves at His feet, calling on to our Heavenly Father as we gather in His holy name and ask that He fill this place with His presence. Let our heart become aware that He is here among us. I prayerfully request Ebiachin to start the opening prayer. പ്രാർത്ഥിക്കാം. ബാറക്കമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരുമിച്ച് വീണ്ടും നിന്റെ സന്നിധിയിൽ വരുവാൻ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവർ എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ആവശ്യഭാരങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, ഭവനങ്ങളില്ലാത്തവർ, വസ്ത്രങ്ങളില്ലാത്തവർ, ഭക്ഷണമില്ലാതെ ഉഴലുന്നവർ, യുദ്ധത്തിന്റെ ഭീതിയിലും യുദ്ധത്തിന്റെ പ്രയാസങ്ങളിലും കഴിയുന്നവർ, എല്ലാ രാജ്യങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരും പട്ടിണി കിടക്കുന്ന ഒരുപാട് ഇടങ്ങളും രാജ്യങ്ങളുമുണ്ട്. അവരെല്ലാം നിന്റെ സന്നിധിയിൽ തരുന്നു. അവിടുന്ന് അദൃശ്യമായ വലതുകരം നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആശുപത്രികളിലും വീടുകളിലുമായി രോഗക്കിടക്കയിലായിരിക്കുന്നവരെ തിരുസന്നിധിയിൽ തരുന്നു. നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി അവരെ തൊട്ട സൗഖ്യമാക്കണം. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകാന്ന് കൽപ്പിച്ചതുപോലെ നിന്റെ സന്നിധിയിൽ വന്ന് അപേക്ഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കാത്ത ദൈവമായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കടന്നു വരാൻ കഴിയാതെ പോയവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വചനം നൽകുന്ന കൊച്ചമ്മയെ തിരുസന്നിധിയിൽ തരുന്നു. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ വാക്ക്, നിന്റെ സാന്നിധ്യം, നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥവത്തായ മാറ്റം സംഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ. കേൾക്കുന്ന വചനങ്ങൾ 30, 60, 100 മേനിയായി ഫലം കായ്ക്കുവാൻ ഇടയാകണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമനസിനെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമി ഫലം വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരെയെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. താങ്ക് യു അച്ഛ. ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഹ്യൂസ്റ്റൺ റീജിയൻ ആണ്. ഹ്യൂസ്റ്റണിലെ സെന്റ് സ്റ്റീവൻസ് ചർച്ചിലെ അംഗങ്ങളാണ്. ഐ വെൽക്കം എവ്രി വൺ ഹു ഹാസ് ജോയിൻഡ് ടുഡേ ഫ്രം സെന്റ് സ്റ്റീവൻസ് ചർച്ച് ആൻഡ് ഓൾ ഓഫ് ദ ഹ്യൂസ്റ്റൺ റീജിയൻ ആൻഡ് ഫ്രം ഓൾ അതർ റീജിയൻസ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. ദൈവത്തെ വീണ്ടും വീണ്ടും സ്തുതിപ്പാൻ നമുക്ക് ഒരിക്കലും മതി വരില്ല. So today to start our prayer, I call Miss Lada Varghese to unmute and sing. Lata? ലത ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ യു ഏബിൾ ടു അൺമ്യൂട്ട്? Yes, I'm here. I'm sorry. No problem. Okay. ദൈവസ്നേഹം നിശ്ചിര വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി
തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായി ഒന്നുമില്ല, സർവവും നിന്ദാനം. സ്വസ്ഥമായി ഉറങ്ങിടാം, സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങൻ മുമ്പേ പോയാൽ ഭയമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. It is so true. ദൈവത്തെ വർണ്ണിപ്പാനും ദൈവത്തിൻ്റെ സ്നേഹം അറിയാനും നമുക്ക് വാക്കുകളും മതിയാവില്ല, നമ്മുടെ ഈ ആയുസ്സും മതിയാവത്തില്ല. താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ സോങ്, ലത. ഗോഡ് ബ്ലെസ് യു ആൻഡ് യുവർ ഫാമിലി. Beg for knowledge, plead for insight, look for it as hard as you would for silver or some hidden treasure. ഭക്തിയോടും ഭയത്തോടും കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാതോർത്ത് കേൾക്കാം. Now we have Lena Varghese with us, who will read the scripture verses from St. Matthew chapter 4 verses 14 to 25. As we listen to the scripture verses, I plead that let us all fearfully sit in reverence to the Lord. Lena? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ബാർക്കിമോർ, സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീലക്കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. അവന്റെ പിന്നാലെ വരുവീൻ എന്ന്
വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറ് സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും വേറെ 2 സഹോദരന്മാർ പടകിൽ ഇരുന്ന അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവനെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരുശലേം, യഹൂദ, യോർദാനക്കര എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ബാർക്കുമോർ. താങ്ക് യു ലീന. ഇന്ന് നമുക്ക് തിരുവചനം കേൾപ്പിച്ചു തന്ന ലാലു ആൻറ്റിയെയും അച്ചാമ്മ ആൻറ്റിയെയും ലീനയെയും അവരുടെ കുടുംബത്തെയും നമുക്ക് പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. ഇഫ് വി കൺഫെസ് അവർ സിൻസ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് to forgive us our sins and to cleanse us from all unrighteousness. Let us now bow our heads in prayer. I request Tirmeni to lead us in Kaum. നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളുടെ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളുടെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളോട് കരുണയും നമസ്യ രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. അതിലെ പോലെ ഭൂവിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ മുന്നോട്ട് വന്ന് ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തോറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹ, നിന്റെ ശ്രീബായുടെ പ്രകാശം എൻ്റെ മേൽ ശോഭിപ്പിക്കണമേ. എൻ്റെ ആത്മാവിനെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, നീ എൻ്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലങ്കൈ എൻ്റെ മേൽ വെപ്പാനായിട്ട് എൻ്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എൻ്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എൻ്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. Thank you, Tirumeni. Thank you, Acha. To continue our prayer, now I request Miss Suja Johnson. Suja Johnson ഒരു പാട്ടോടുകൂടി നമുക്ക് പ്രാർത്ഥന തുടരുന്നതായിരിക്കും. കേൾക്കാം മുഷിനി? കേൾക്കാം സുജ. സുവിശേഷം ഘോഷിപ്പാനും ജാതികളെ നേടിടാനും 12 അപ്പോസ്തലന്മാർ മോറാനാൽ പ്രേക്ഷിതരായി
ഭൂതത്തെ ശാസിപ്പാനും രോഗത്തെ നീക്കിടാനും സ്ലീഹന്മാർക്കധികാരത്തെ ദിവസുതേ ദാനം ചെയ്തു. ശ്ലീപാതൻ മഹാത്മ്യത്താൽ ഭൂപാലന്മാരെ ബെന്നാർ മഹിമാവൊടുത്താനെത്തുമ്പോൾ നമ്മൾക്കും മൃതി പൂണ്ടോർക്കും പാവവിമോചനമേകാനും നമ്മീ നിർമ്മലമാക്കാനും യേശുവിനോട് തീപ്പാനായി സ്ലീഹന്മാരുത്സാഹിപ്പാൻ സ്വീകാരത്തിൻ തരുണമിതിൽ പ്രഭിക്കാമവരെ അഭയം. സർവേശ സ്തുതി സ്തോത്രം കാരുണ്യം ചെയ്തിടണേ. താങ്ക് യു ഓൾ. താങ്ക് യു സുജ. ഇപ്പോൾ നമുക്ക് വചനം കേൾക്കാനുള്ള സമയം ആണല്ലോ. Today's message is going to be given by Rija Kochima. Before that, I would request, since Tirumeni has joined us, if he would like to share a word with us. And then after Tirumeni's word, I would request Sebiachin to go ahead and introduce our speaker, Rija Kochima. സ്നേഹം നിറഞ്ഞ എല്ലാവരുമേ, ദൈവനാമം മഹത്വപ്പെടട്ടെ. വളരെ സന്തോഷം. എല്ലാവരുടെയും നേതൃത്വത്തിൽ ചെമ്പ് വിപിച്ചിന്റെ, ഷിനിയുടെ, ഷീനായുടെയും മറ്റ് റീജിയണൽ കോർഡിനേറ്റർ എലിസബത്താൻ്റെ കണ്ടില്ല, എൻ്റെ ഈ യാത്രയിലാന്ന് തോന്നുന്നു. അപ്പം എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ശ്രീഹാ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്നു. കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന് വേണ്ടി ജീവിച്ച്, കർത്താവിന് വേണ്ടി മരിച്ച ശിഷ്യന്മാർ ക്രിസ്തുവിനെ നമുക്ക് കാട്ടിത്തന്നു. ഇന്ന് നമ്മൾ വായിച്ച കേട്ട വേദഭാഗത്ത് പറയുന്നുണ്ട്, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ ലോകത്തിന്റെ അറ്റത്തോളം പോയി ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് അനേകർക്ക് പ്രകാശം ഉദിപ്പിക്കുന്ന സുവിശേഷം, സത്യസുവിശേഷം, ജീവന്റെ വചനം നൽകിയ അപ്പോസ്തലന്മാരുടെ ഓർമ്മയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാമും ആ പിതാക്കന്മാരുടെ മധ്യസ്ഥ അഭയം പ്രാപിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അനേക നിരാശയിലും പ്രയാസത്തിലും കടന്നു പോകുന്ന എല്ലാവർക്കും പ്രകാശത്തിന്റെയും പ്രത്യാശയുടെ ദൂത് നൽകുവാൻ തക്കോണം നമ്മുടെ ജീവിതവും വാക്കുകളും ചിന്തകളും ഇടയാവട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയ അമ്മമാരോടും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയെ പരസ്പരം ഓർക്കാം. നേതൃത്വം നൽകുന്ന എല്ലാവരെയും, പങ്കാളികളാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാം സ്നേഹവും പ്രാർത്ഥനയും പ്രത്യേകം അറിയിക്കുന്നു. എനിക്കറിയാം ദൂത് നൽകാൻ തക്കോണം പ്രത്യേകം ക്രമീകരണമുണ്ട്, അവരെ ക്രമീകരിച്ചുകൊള്ളും. തീർച്ചയായിട്ടും എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും ശ്രീഹാ നോമ്പിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Tirumeni, for your kind words. തിരുമേനിയുടെ വാക്കുകൾ, തിരുമേനി യാത്രയിലാണ് എങ്കിലും നമ്മുടെ കൂടെ ഒരല്പസമയം ചേരാൻ തക്കവണ്ണം തിരുമേനി കാണിച്ച മനസ്സ്, ആ സാന്നിധ്യം നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. തിരുമേനിയോട് നന്ദി പറയേണ്ട കാര്യമില്ല, എങ്കിലും ആ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹമാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട റീജ ജോ കൊച്ചമ്മയാണ്. ഇന്ന് നമ്മുടെ ഈ മാസത്തിലെ രണ്ടാമത്തെ റീജ കൊച്ചമ്മയാണ് സംസാരിക്കുന്നത്. ഒന്ന് ഡൽഹിയിൽ നിന്ന് സംസാരിച്ചു, ഇപ്പോ UK നിന്ന് സംസാരിക്കും. സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൊച്ചമ്മയെ സ്വാഗതം ചെയ്യുന്നതിൽ. പ്രിയപ്പെട്ട ജോ മാത്യു അച്ഛൻ UK പൂൾ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയും അച്ഛനോടൊപ്പം അവിടെ ആയിരിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്. കൗൺസിലിംഗും സൈക്കോളജിയും ഒക്കെ ഇപ്പൊ ക്ലിനിക്കൽ കെയർ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ ഇടയിൽ ഭംഗിയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും മറ്റുള്ളവരെ അറിഞ്ഞ് അവരോട് ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെയുള്ള സാഹചര്യം പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. തിരുവല്ലായിക്ക് സമീപമുള്ള പുറമറ്റമാണ്. സെന്റ് മേരീസ് ഊർഷ്ലേം ഇടവക അംഗമാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മോട് ദൈവവചനത്തിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ചൊരിഞ്ഞു തരട്ടെ. ദൈവം തമ്പുരാൻ കൊച്ചമ്മയിലൂടെ നമ്മളോട് സംസാരിക്കട്ടെ. കൊച്ചമ്മയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ചേരാൻ കാണിച്ച മനസ്സിന് നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ ദേവജന ശുശ്രൂഷയ്ക്കായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഏക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, ഒന്നിനായ എബി അച്ഛൻ, MMBS ജനറൽ സെക്രട്ടറി ഷിനി ചേച്ചി, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷീന ചേച്ചി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരുമേ ക്രിസ്തുവിന്റെ സ്നേഹതുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എന്നോട് ഷിനി ചേച്ചി ചോദിച്ചു, കൊച്ചുമ എന്താണ് കൊച്ചുമ ഞങ്ങൾക്കൊരു ടോക്ക് എടുക്കുന്നത്, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടോ? അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, ചേച്ചി ഇത് മർത്തോറിയ സമാജത്തിന് വേണ്ടിയല്ലേ, അപ്പം ഈ വർഷത്തെ നിങ്ങളുടെ തീം റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ്, അപ്പം ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നതും സത്യമായിട്ടും അത് തന്നെയാ. പക്ഷെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് എന്റെ മനസ്സിൽ ഒരു വാക്യമുള്ളൂ, ദൈവാശ്രയം. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങൾ, ഷിനി ചേച്ചി ഇൻട്രൊഡക്ഷനിൽ കോട്ട് ചെയ്ത ബൈബിൾ ഭാഗം എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിക്കും അതൊരു ദൈവാശ്രയം തന്നെയാ, അതൊരു ദൈവിക കരുതലാണ്. അതുകൊണ്ട് ഇബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ ദൈവിക മർമ്മങ്ങളെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണമേ, അതിനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളെ ചിന്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അല്പസമയം ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു, ആശംസിച്ചുകൊള്ളുന്നു. ജർമ്മൻ തിയോളജിയനായിരുന്ന ബോൺ ഹോഫറിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റൈറ്റിംഗ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പ്. ഈ കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പില് ഇദ്ദേഹം 2 തരത്തിലുള്ള കൃപകളെ കുറിച്ച്, ഗ്രേസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. 2 തരത്തിലുള്ള കൃപകൾ. ഒന്നാമത്തേത് ചീപ്പ് ഗ്രേസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ്ലി ഗ്രേസ്. ചീപ്പ് ഗ്രേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എന്തൊരു സന്തോഷം ഉണ്ടായാലും നമ്മൾ പെട്ടെന്ന് എന്താ പറയുന്നത്, ദൈവത്തിന്റെ കൃപ അതങ്ങനെ അങ്ങ് നടന്നു പോയി. അങ്ങനെ പലപ്പോഴും നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചീപ്പ് ഗ്രേസ് എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റ്ലി ഗ്രേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവഹിതത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തില് ചില വീഴ്ചകളും കോട്ടങ്ങളും ഒക്കെ സംഭവിക്കും. എന്നാൽ ആ വീഴ്ചയിൽ നിന്നും ആ വീണിടത്ത് നിന്നും എഴുന്നേൽക്കുന്നതിന് ലഭിക്കുന്ന പ്രാപ്തിയാണ് കോസ്റ്റ്ലി ഗ്രേസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, പ്രത്യേക ഫോറിൻ കൺട്രിയിലൊക്കെ ജീവിക്കുമ്പം നമുക്കറിയാം, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പലപ്പോഴും നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. ഇപ്പോഴും ഇവിടെ വന്നിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായി കാണും. എന്നാൽ പോലും നമ്മൾ പറയും, എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ അമ്മ എന്റെ അപ്പ എന്നെ അടിച്ചു വളർത്തി, അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ, പലപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ നമുക്ക് കാണും. നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന പോലെ ഉഴൽച്ചകളെ അറിയുന്നുവല്ലോ. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കണ്ണുനീരിന്റെ മക്കളൊന്നും തന്നെ നമ്മുടെ കൈവിട്ടെങ്ങും പോവുകയില്ല. അതുകൊണ്ട് അങ്ങനെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വീണാലും ആ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നത്. നമുക്കറിയാം, നോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആശ്രയം, സമാധാനം എന്ന. നോഹ അവന്റെ മാതാപിതാക്കൾക്ക് ആശ്രയമായിരുന്നു. നോഹയുടെ കാലത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഒരു വലിയ ഒരു പ്രളയത്തിൽ നിന്നുള്ള ഒരു രക്ഷയും
ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കവും ഒക്കെ നോഹയിലൂടെ ദൈവം മനുഷ്യന് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ നോഹ ഒരു പ്രതീക്ഷയുടെ പ്രതീകമായി തീരുകയാണ്. ഒരു വിടുതലും കരുതലും ഒക്കെ നോഹയായി തീരുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും നമ്മുടെ തലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്നതായിരിക്കണം. നമ്മുടെ തലമുറ നമ്മൾ എപ്രകാരം നമ്മുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നോ അപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവാശ്രയത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാവുകയുള്ളൂ. നമുക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരാവുകയുള്ളൂ. നമുക്ക് വേണ്ടി നോറ്റ നോയമ്പും ഉപവാസവും നോയമ്പുമായി തീരണമെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ മോഡേൺ സൈക്കോളജിയില് സൈക്കോളജിസ്റ്റ് ലൈക്ക് കാൾ ജങ്, he used to say that self reflection on a daily basis before going to bed gives you the most healing power. എല്ലാ ദിവസവും കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉള്ള ഒരു സ്പേസ് ഉണ്ടാകണം. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ച ഒരു സംഗതിയായത്. നമുക്കറിയാം, നമ്മുടെ നമസ്കാരങ്ങളിലെ ഏറ്റവും അവസാനമാണ് സൂത്താറ നമസ്കാരം. ഈ സൂത്താറ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം അനുതാപത്തിന്റെ പ്രാർത്ഥനകളാണ്. എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, ഞാൻ ഉറങ്ങാൻ പോകുക, നല്ലൊരു പ്രഭാതം നൽകണമേ, എല്ലാം അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ. അപ്പം എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, അന്ന് ഈ പറയുന്ന സൈക്കോളജി ഒന്നുമില്ലല്ലേ, മോഡേൺ സൈക്കോളജി ഒന്നുമില്ല, അന്ന് നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ച പ്രാർത്ഥനകളാണ് അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ. എപ്പോഴാ? നീ നിന്റെ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് എന്റെ ജീവിതം എങ്ങനെയാ ഞാൻ ക്രമീകരിച്ചത്? എന്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചത് ദൈവാശ്രയത്തിലാണോ എന്നുള്ളതായ ഒരു ചിന്ത എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്റെ ദൈവത്തിന്റെ കരുതലിൻ തണലിലാണോ ഇന്ന് ഞാൻ എന്റെ ജീവിതത്തെ ക്രമീകരിച്ചത് എന്നുള്ളതായ ഒരു ചിന്ത എല്ലാ ദിവസവും കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് എങ്കിലും അതിനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ദൈവാശ്രയത്തിന്റെയും ദൈവിക കരുതലിന്റെയും ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് കരുണയുടെ സുവിശേഷമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ 100 ആടുകളുള്ള ഒരു ഇടയനല്ലേ. അപ്പം അതിൽ ഒരു ആടിനെ കാണാതെ പോയപ്പോൾ അതിനെ ഇങ്ങനെ തപ്പി ഇറങ്ങുകയാണ്. അതിനെ ഇങ്ങനെ തപ്പി ഇറങ്ങുന്ന ഒരു ആടിനെ നമ്മൾ കാണുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞപ്പോഴോ എടുത്തിങ്ങനെ തോളിലേറ്റുന്ന ഒരു ദൈവിക സ്നേഹമാണ് നമ്മൾ കാണുന്നത്. നമ്മള് വിശുദ്ധ വേദപുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ ജനീസിസിലും ഉൽപ്പത്തി പുസ്തകത്തിലും ഇത് തന്നെയാ കാണുന്നത്. ആദമേ നീ എവിടെയാവുന്നെന്ന് ചോദിച്ച് ഒരു അപ്പൻ ഇങ്ങനെ തപ്പി ഇറങ്ങുകയാ ആ ഏദൻ തോട്ടത്തിന്റെ നടുവിലൂടെ. തന്റെ പുത്രനെ കാണാതായപ്പോൾ ആ അപ്പൻ ഇങ്ങനെ തപ്പി ഇറങ്ങുകയും അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് നോക്കി. താൻ പാപം ചെയ്തു എന്നുള്ളത് ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ ദൈവിക സന്നിധിയിൽ നിന്നും മറഞ്ഞിരിക്കുവാൻ അവിടെ ആദം ആഗ്രഹിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പാപബോധം ഉണ്ടായി കഴിയുമ്പോൾ ദൈവിക സന്നിധിയിൽ നിന്നും മറിഞ്ഞിരിക്കുന്നതിന് പകരം ദൈവത്തോട് ചേർന്ന് നിന്ന്, എന്റെ ദൈവമേ, ഞാനോ ബലഹീനനും പാപിയുമാകുന്നു, എന്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഞാൻ ചെയ്തു പോയതായ തെറ്റുകുറ്റങ്ങളെ അനുതപിച്ച് പ്രാർത്ഥിച്ച് അങ്ങയുടെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാനയില് വളരെ മനോഹരമായ ഒരു സെതറ പ്രാർത്ഥനയുണ്ടല്ലേ. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ സൃഷ്ടിച്ച് ഉള്ളതിലേക്ക് എന്നെ ആക്കി തീർത്തവനായ എന്റെ തമ്പുരാനെ എന്നുള്ള വളരെ മനോഹരമായ ഒരു സെതറ പ്രാർത്ഥനയുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ നമ്മുടെ ഒരു സ്വാർത്ഥപരമായി നമ്മൾ അതിനെ പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട്. നമ്മൾ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കും, പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ശരിയാ ദൈവമേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഞാൻ ഇന്ന് ഇവിടൊക്കെ വന്നു, ഞാൻ വളരെ സെറ്റിൽഡ് ആയി, നല്ല ജോലി, പ്രോസ്പെറിറ്റി, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി, ഞാൻ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, ദൈവത്തിന്റെ കരുണയും കൃപയും ഒക്കെ കൂടുതലായിട്ട് എനിക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി ഒരുപാട് ആത്മീയ തലങ്ങളുള്ള, ആത്മീയ അർത്ഥങ്ങളുള്ള ഒരു സെതറ പ്രാർത്ഥനയാണ്. അത് ഒന്നുമില്ലായ്മയിൽ നിന്നും, ടെർമിനോളജി കറക്റ്റാ, വളരെ കറക്റ്റാ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഞങ്ങളെ സൃഷ്ടിച്ചതായ തമ്പുരാനെ. പക്ഷെങ്കിൽ അവിടെ പറയുന്നത് ലോർഡ് who brought us out of nothingness to existence. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മളെ സൃഷ്ടിച്ചതാരാ? നമ്മുടെ സൃഷ്ടികർത്താവാരാ? തമ്പുരാന്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ എങ്ങനെയാ നമ്മളെ സൃഷ്ടിച്ചത്? തമ്പുരാന്റെ സ്വന്തം സ്വരൂപത്തിലും
സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം അവിടെ ഈ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് ശൂന്യത എന്നുള്ള അർത്ഥത്തിലല്ല, നത്തിങ്നെസ് എന്നുള്ളതായ അർത്ഥത്തിലല്ല, അതൊരു പൂർണ്ണതയാണ്, അതൊരു ഫുൾനെസ്സാ. എന്താണ് ആ ഫുൾനെസ്? തമ്പുരാന്റെ കൃപയും കാരുണ്യവും സ്നേഹവും എല്ലാം ചേർന്നതായിട്ടുള്ളതായ ഒരു ഫുൾനെസ്സാ. അത് അവിടെ ഒന്നുമില്ലായ്മ എന്നുള്ളതല്ല. തമ്പുരാന്റെ പൂർണ്ണമായ സ്നേഹത്തിലും കരുതലിലും വാത്സല്യത്തിലും എല്ലാം നിർമ്മിച്ചെടുത്തതായ മനോഹരമായ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. അപ്പോൾ ആ സൃഷ്ടിയെ കാത്തു സൂക്ഷിക്കേണ്ടുന്നതായ ഉത്തരവാദിത്വം ആരുടേതാ? നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? അത് ചെയ്യണം. അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു സെൽഫ് റിന്യൂവിങ്ങിന്റെ പ്രോസസ്സിലൂടെ എല്ലാ ദിവസവും നമ്മെ തന്നെ ഇങ്ങനെ ഒന്ന് കയറ്റി വിടുവാൻ നമുക്ക് സാധിക്കണം. ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നതായ 4 പ്രോമിസസ് ഉണ്ട്, ഒരു 4 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വേഗം അവസാനിപ്പിച്ചുകൊള്ളാം. എനിക്കറിയാം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരുണ്ട്, പോകുവാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്, ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ജോയിൻ ചെയ്തവരുണ്ട്. ഞാനും ഒരു വർക്കിംഗ് പേഴ്സൺ ആയതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടത്തില്ല. ഞാൻ 4 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുമ്പോൾ നാം പാലിക്കേണ്ടുന്നതായ ഒന്നാമത്തെ പ്രോമിസ് ആണ് കമ്മിറ്റ്മെന്റ് ടു പ്യൂരിറ്റി, വിശുദ്ധിയുടെ പ്രതിജ്ഞ. 23-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കാൽപാദം മാത്രമല്ല, നമ്മുടെ ഒരു തുള്ളി കണ്ണുനീർ കൂടി ദേവാലയത്തെ ഒന്ന് സ്പർശിക്കുവാൻ സാധിക്കണം. വിശുദ്ധ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ കാൽപാദങ്ങൾ മാത്രമല്ല, നമ്മുടെ കണ്ണുനീർ കൂടി ആ ദേവാലയത്തെ ഒന്ന് സ്പർശിക്കുവാൻ നമുക്ക് സാധിക്കണം. മീവൽ പക്ഷി കൂട് കൂട്ടിയതുപോലെ ആ ബലിപീഠത്തിങ്കിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് കൂട്ടുവാൻ തക്കവണ്ണം നമുക്കും സാധ്യമാകണം. ഇത് നമ്മളൊക്കെ ഇങ്ങനെ ഈ കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു. അച്ഛാ എനിക്കറിയത്തില്ല, ഇവിടെയൊക്കെ അങ്ങനെ ആയിരുന്നു. കോവിഡിന് ശേഷം ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ഇത്രയും കൂടുതലായിട്ട് ഇലാബറേറ്റ് ആയത്. അതിനു മുമ്പേ നമ്മൾ മർത്തമറി സമാജം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകും, ഫിസിക്കലി പോകും, അറ്റൻഡ് ചെയ്യും. പക്ഷെങ്കില് അന്നൊക്കെ നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടായിരുന്നു അല്ലേ? ആ സമയത്തൊക്കെ ഒന്നെങ്കിൽ ഡ്യൂട്ടി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ്സസ് കാണും. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് ജീവിതത്തിൽ എക്സ്ക്യൂസസ് പറഞ്ഞു വരാം. പക്ഷെങ്കില് ഈ കോവിഡ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ബലിപീഠം ഒന്ന് കാണുവാൻ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയം ഒന്ന് വല്ലാതെ കൊതിച്ചു. ആ ബലിപീഠം ഒന്ന് കാണുവാൻ തക്കവണ്ണം നമ്മുടെയൊക്കെ ഹൃദയങ്ങളൊന്ന് കൊതിച്ചു. അതുകൊണ്ട് വിശുദ്ധ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ മാത്രമല്ല, നമ്മുടെ കണ്ണുനീർ കൂടിയ ദേവാലയത്തെ ഒന്ന് സ്പർശിക്കുവാൻ നാം ഇട നൽകണം. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഓർക്കണം, എന്റെ ദൈവത്തിനൊന്ന് ഉടച്ചു വാർക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ വിട്ടുകൊടുത്തേക്കുക. എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിന്റെ ഭാഗമാണെന്ന്. രണ്ടാമത്തെ പ്രതിജ്ഞയാണ് കടപ്പാടിന്റെ പ്രതിജ്ഞ, എ പ്ലഷ് ടു ഡെഡിക്കേഷൻ ഓർ ഗ്രാറ്റിറ്റ്യൂഡ്. കടപ്പാടിന്റെ പ്രതിജ്ഞ. 34-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പാടുന്നത് പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ വഴികളോട്, പഴയ പാതകളോട് ചോദിച്ചറിയുവീൻ, എന്നിട്ട് അതിൽ നടപ്പീൻ എന്ന്. എങ്ങനെയാ? നിങ്ങൾ വഴികളിൽ ചെന്ന്, നിങ്ങൾ നടക്കുന്നതായ വഴികളിൽ ചെന്ന് അതിൽ നല്ല വഴി ഏതെന്ന് ആരോട് ചോദിക്കണം? പഴയ പാതകളോട് ചോദിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ നടക്കണം? ആ പഴയ പാതയിലൂടെ. പഴയ പാതയാണോ പുതിയ പാതയാണോ? നല്ല വഴി ഏതെന്ന് പഴയ പാതയോട് ചോദിപ്പീൻ, അതിൽ കൂടി നടക്കുവീനെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം മറന്നു പോകുന്നതാണോ അതോ നമ്മൾ പർപ്പസ്ഫുള്ളി വേണ്ടെന്ന് വെക്കുന്നതാണോ ഒരു സംഗതിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, കടപ്പാടെന്ന് പറയുന്നത്. ഈ മലയാള സാഹിത്യത്തില് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനുണ്ട്, കടമ്മനിട്ട രാമകൃഷ്ണൻ. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കവിതയാ കുറത്തി. ഈ കവിതയില് അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന്. എന്താണ്? നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾ വിസ്മരിച്ചു പോകുന്നത് ഇത് തന്നെയാ. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ഇങ്ങനെയായി തീർന്നു. പക്ഷെങ്കില്
വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്കുമൊക്കെ നിന്റെ സന്തോഷങ്ങളുടെ എണ്ണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, നിന്റെ ദുഃഖങ്ങളുടെ എണ്ണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നീ എന്തുകൂടെ ചെയ്യണം? നീ വന്ന വഴി ഓർക്കണം. വന്ന വഴിയിൽ പലപ്പോഴും നമ്മൾ വീണ് പോയി കാണും. നമ്മളെ കൈപിടിച്ച് നടത്തിയവരുണ്ട്, മറന്നു പോവരുത്. നമ്മളെ പിന്നിൽ നിന്നും തള്ളിയിട്ടവരുണ്ട്, മറന്നു പോകരുത്. ആ തള്ളി വീഴ്ചകളാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ നമ്മെ ഇടയാക്കി തീർത്തത്. മൂന്നാമത്തെ പ്രതിജ്ഞയാണ് നിഷ്ഠയുടെ പ്രതിജ്ഞ. 55-ാം സങ്കീർത്തനത്തില് 16ഉം 17ഉം വാക്യങ്ങളിൽ പാടുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ചു കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. നിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നത് ഒരു നിഷ്ഠയാവേണം, ശീലമാവേണം. ഈ ഷീമ നമസ്കാരത്തില് പാടുന്ന ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെ, ശീലിപ്പിക്കുന്നേ നാഥാ നിൻ കൽപ്പനയെല്ലാം ഞാൻ കാത്തിക നിൻ കൃപയിൽ ജീവിപ്പാൻ നിൻ വരഭണ്ഡാരം കവരായി വാൻ നിർത്തിയിടേണമേ കാവൽക്കാരെ മെയ്യൻ വാതിൽക്കൽ. എന്താണ് ശീലിപ്പിക്കേണ്ടത്? എന്റെ ദൈവമേ എന്നെ ശീലിപ്പിക്കണമേ. എന്തിനു വേണ്ടിയാ? നിന്റെ കൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ ശീലിപ്പിക്കണമേ. അങ്ങനെ ശീലിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നിന്റെ നൽവരങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ ജീവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി എന്റെ ജീവനും ജീവിതത്തിനും നീ നിന്റെ കാവൽക്കാരെ, നിന്റെ മാലാഖമാരെ നിർത്തണമേ എന്ന്. പക്ഷെ മാലാഖമാരെ നിർത്തുന്നതിന് മുമ്പ് അവിടെ എന്താ പറയുന്നത്? എന്നെ ശീലിപ്പിക്കണം ആദ്യം, അതെ. അതുകൊണ്ട് ഈ ശീലിക്കുക, ശീലിപ്പിക്കുക രണ്ടും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ശീലിക്കണം. നമ്മൾ പലപ്പോഴും പറയും, ദൈവമേ, എബിയച്ചോട് തന്നെ പലപ്പോഴും നിങ്ങൾ പോയി പരാതി, അച്ഛാ കുഞ്ഞുങ്ങൾ പള്ളി വരുന്നില്ല, നോയമ്പ് നോക്കുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ശീലിച്ചതെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താണ് അവരുടെ പൈതൽ പ്രായം മുതൽ ശീലിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. പരിശുദ്ധ കന്യാമറിയാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഗോവേണി ഉണ്ടല്ലേ, സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആ ഗോവേണിയോട് പരിശുദ്ധ കന്യാമറിയാമിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുക. പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്നും കീഴെ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ തന്റെ പുത്രന് ഇറങ്ങി വരുവാൻ തക്കവണ്ണം നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു ഗോവേണി കണ്ടു. പടികളൊന്നും ഇളകിപ്പോകാത്ത നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു ഗോവേണി. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ, അതുകൊണ്ട് നാം ആരെയാ മാതൃകയാക്കേണ്ടത്? ആ പരിശുദ്ധ അമ്മയെ തന്നെയാ മാതൃകയാക്കേണ്ടത്. നിഷ്ഠയോടുകൂടി ജീവിക്കുവാൻ അമ്മ പഠിപ്പിച്ച ശീലമാത്. നിഷ്ഠയോടുകൂടി ജീവിക്കുവാൻ, നല്ല അടുക്കും ചിട്ടയുമുള്ള ഗോവേണിയായി തീരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, അമ്മമാരാകുന്ന നമ്മിലൂടെ, മാതാപിതാക്കളാകുന്ന നമ്മിലൂടെ ആ ഗോവേണിയിൽ ചവിട്ടി സ്വർഗം കാണണം. ആ സ്വർഗത്തെ ഭൂമിയിലുള്ള തന്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ തന്റെ ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകണമെങ്കിൽ ആദ്യം ഞാനും നിങ്ങളും അടുക്കും ചിട്ടയുമുള്ള ഗോവേണിയായി തീരണം. നാലാമത്തെ പ്രതിജ്ഞയാണ് ത്യാഗത്തിന്റെ പ്രതിജ്ഞ, എ പ്ലെഡ്ജ് ഓഫ് സാക്രിഫൈസ്. സങ്കീർത്തനം 119-ാം അധ്യായത്തിന്റെ 62-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമെന്ന്. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. വീണ്ടും അവിടെ ഓർമ്മിപ്പിക്കുക, ജീവിതത്തില് ത്യാഗം, വിട്ടുകൊടുക്കുന്നതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇന്ന് പലപ്പോഴും നമുക്കില്ലാത്തതല്ലേ ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഭയങ്കര പാടാ. ഞാൻ കോംപ്രമൈസ് ചെയ്യും, നമ്മളെല്ലാം ഈക്വൽ അല്ലേ. ഇന്നിപ്പം എനിക്ക് എവിടൊക്കെ എങ്ങനെ അറിയത്തില്ല, ഇപ്പം ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഈക്വാലിറ്റിക്ക് വേണ്ടി ഭയങ്കര അടിയാ അവിടെയൊക്കെ. ഇവിടെ ഒന്നും പിന്നെ ഇത് കോമൺ ആയതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷെങ്കിൽ ഈ ഈക്വാലിറ്റി എന്ന് പറയുന്ന കൂട്ടത്തില് ഒരു വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണം. നമ്മെ തന്നെ ഇന്ന് വിട്ടുകൊടുക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവിതത്തില് ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും, ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എന്റെ ദൈവം ഇത് എന്തുകൊണ്ട് എനിക്ക് എന്ന് ചോദിക്കുന്നതിന് പകരം, എന്റെ കർത്താവെ, കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ ഞാൻ എന്നെ നിനക്ക് വിട്ടു തന്നേക്കുക.
കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം എങ്ങനെ ഉടച്ചും വാർത്തും തേച്ചുമൊക്കെ എടുത്തതുപോലെ എന്റെ ദൈവമേ എന്നെയും ഒന്ന് ഉടച്ചും വാർത്തും തേച്ചുമൊക്കെ ഒന്ന് പരുവപ്പെടുത്തി ഒന്ന് മിനുസപ്പെടുത്തി എടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. 4 പ്രതിജ്ഞകൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. വിശുദ്ധിയുടെ പ്രതിജ്ഞ, കമ്മിറ്റ്മെന്റ്, പ്യൂരിറ്റി. രണ്ടാമത്തേത് കടപ്പാടിന്റെ പ്രതിജ്ഞ, പ്ലെഡ്ജ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നിഷ്ഠയുടെ പ്രതിജ്ഞ, ലോയൽറ്റി. ത്യാഗത്തിന്റെ പ്രതിജ്ഞ, പ്ലെഡ്ജ് ഓഫ് സാക്രിഫൈസ്. ഈ 4 പ്രതിജ്ഞകളെ ജീവിതത്തിൽ മറന്നു പോകാതെ പാലിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് ഒരാൾ പെട്ടെന്ന് ചോദിക്കുക, മാർപ്പാപ്പ ഇപ്പോൾ അങ്ങ് മരിച്ചു പോയാൽ അങ്ങ് എവിടെ പോകും? ഇപ്പോൾ മരിച്ചു പോയാൽ എവിടെ പോകും? മാർപ്പാപ്പ വളരെ പെട്ടെന്ന് തിരിച്ചു ചോദിക്കും, ഇപ്പോൾ സമയം എന്തുവായി? അദ്ദേഹം പറഞ്ഞു, സമയം ഇപ്പോൾ 11 മണിയായി. അപ്പോൾ ഈ മാർപ്പാപ്പ പറയുന്നൊരു മറുപടി ഉണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ എന്റെ വത്തിക്കാൻ അരമനയിൽ ഇരുന്ന് എന്റെ മെത്രാപ്പോലിത്തന്മാരോടും വൈദികരോടുമൊപ്പം ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ എന്റെ വത്തിക്കാൻ അരമനയിൽ ഇരുന്ന് എന്റെ മെത്രാപ്പോലിത്തന്മാരോടും എന്റെ വൈദികരോടും ഒക്കെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ഞാൻ മരിച്ചു പോയാൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് എന്റെ സ്വർഗത്തിലെ തമ്പുരാനോടൊപ്പം സ്വർഗത്തിലിരുന്ന് ഞാൻ ലഞ്ച് കഴിക്കുമെന്ന്. നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കാണും. കഴിക്കാൻ ആരും പേടിക്കേണ്ട, നിങ്ങളെ കുറിച്ചല്ല. ഓക്കെ, ഇന്ന് ഞാൻ ഇപ്പോൾ മരിച്ചു പോയാൽ ഇന്ന് 1 മണിക്ക് ഞാൻ സ്വർഗത്തിലിരുന്ന് എന്റെ തമ്പുരാനോടൊപ്പം ലഞ്ച് കഴിക്കും. അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റണം. നിഷ്ഠയുള്ള ജീവിതമാണെങ്കിൽ, ത്യാഗമുള്ള ജീവിതമാണെങ്കിൽ, പ്രാർത്ഥനയുള്ള ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മുടെ ഭവനത്തിലെ ആശ്രയം ദൈവമാണെങ്കിൽ, നാം ജീവിക്കുന്നത് ദൈവാശ്രയത്തിലാണെങ്കിൽ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, അതിന്റെ റിസൾട്ടാണ് ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് മാത്രമേ ദൈവത്തിൽ സന്തോഷിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് ദൈവാശ്രയ ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും, ഓരോ ദിവസവും ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ഇന്നേ ദിവസം എന്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോയതായ എല്ലാ നിമിഷങ്ങളെയും അവിടുന്ന് ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കിടന്നാൽ നാളെ രാവിലെ ഉണരുമ്പോൾ സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് പാടുവാൻ സാധിക്കും, ഞാൻ ഉറങ്ങി എന്റെ യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നുവെന്ന്. ഞാൻ ഉറങ്ങി എന്റെ യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നുവെന്ന്. സങ്കീർത്തനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ യഹോവ എന്നെ താങ്ങുകയാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ തമ്പുരാൻ താങ്ങുന്നതിനാൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരുതലിലും അങ്ങയുടെ ദൈവാശ്രയത്തിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ചാർച്ചക്കാരെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും അങ്ങയുടെ തൃപ്പാത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ടും ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സംഗതിയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന അഭിമന്യ തിരുമേനി എക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ഞാനൊരു കൊച്ചമ്മയായി തീരുവാൻ തക്കവണ്ണം ഒരിക്കലും അതെന്റെ മാതാപിതാക്കളുടെ മാത്രം പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയത്തില്ല. എന്റെ പൈതൽപ്രായം മുതൽ എന്നെ കൈപിടിച്ച് വളർത്തിയ എന്റെ അപ്പാടെ അമ്മയുടെ സഹോദരങ്ങള്, ഞങ്ങളെ സ്നേഹിച്ചവരെ എല്ലാവരും അതിലൊരാളാണ് അഭിമന്യ തിരുമേനിയും. എന്റെ കുഞ്ഞുനാൾ മുതൽ എന്നെ കൈപിടിച്ച് വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പിതാവാണ് അഭിമന്യ തിരുമേനി. തിരുമേനിയോടുള്ള ഞാൻ നന്ദി സ്നേഹം എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അത്രത്തോളം എന്റെ കുടുംബത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പിതാവ്. തിരുമേനിയോടുള്ള എല്ലാവിധ സ്നേഹവും നന്ദിയും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. എബിയച്ച അച്ഛനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. താങ്ക് യു സോ മച്ച് അച്ഛ. അച്ഛൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്റെ ഒരു വെൽക്കം ഒക്കെ പറഞ്ഞത്. ഷിൻചേച്ചി എന്നോട് ചോദിച്ചു, കൊച്ചുമ്മ എന്താ ഇൻട്രൊഡക്ഷൻ? ഞാൻ പറഞ്ഞു, ജോച്ചൻസ് കൊച്ചുമ്മ, ദാറ്റ്സ് മോർ ദാൻ എനഫ്. അല്ലാതെ എനിക്ക് അത്രേ ഉള്ളൂ അച്ഛാ. അല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ ജീവിച്ചു പോകേണ്ട കാര്യങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്നും പറയണ്ട, ഞാൻ ജോച്ചന്റെ കൊച്ചുമ്മയാന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ചേച്ചി അച്ഛ ഒത്തിരി താങ്ക് യു. അച്ഛന്റെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും
ഒരുപാട് നന്ദി. ഷിനി ചേച്ചി ഫ്രം ഡേ വൺ ചേച്ചിക്ക് ഭയങ്കര പേഷ്യൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ചേച്ചി എന്നോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 10 ദിവസം കുറഞ്ഞതെങ്കിലും എടുത്തച്ചാ അതിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഈ മെസ്സേജ് അയക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ പുറകോട്ടാ. വാട്സാപ്പ് ഒക്കെ നോക്കും, അല്ലാതെ എപ്പോഴും പെട്ടെന്ന് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് ഞാൻ വളരെ പുറകോട്ടാ, എന്നോട് ക്ഷമിക്കണം. അതുപോലെ ഷീന ചേച്ചി, എല്ലാവരോടും MMVS ഒഫീഷ്യൽസ്, എന്നെ കേട്ടുകൊണ്ടിരുന്ന ഇത്രയും നേരം ക്ഷമയോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മർത്തമറിയ സമാജ അംഗങ്ങളോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അച്ഛനെയും എന്നെയും കുഞ്ഞുങ്ങളെയും ഓർക്കണമേ. ഞങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ഓർക്കും. താങ്ക് യു സോ മച്ച്. കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ 4 അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴി എന്ന് പ്രിയപ്പെട്ട കൊച്ചമ്മ ഓർമ്മിപ്പിച്ചു. ഞാന് കൊച്ചമ്മ കടമ്പനട്ട എന്ന കവിയെ കോട്ട് ചെയ്തപ്പോ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് കടമ്പനട്ട രാമകൃഷ്ണൻ. പുള്ളി മരിച്ചുപോയി. ഞങ്ങളുടെ അടുത്ത സ്ഥലമാണ്. അദ്ദേഹത്തെ നേരിൽ കാണാനും സംസാരിക്കാനും ഒരുപാട് കവിതകൾ വായിക്കാനും ഒക്കെ ഒരുപാട് വർഷങ്ങൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് ഈ കുറത്തി എന്ന കവിത എഴുതുന്ന കാലം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, നേരിട്ട് കണ്ട ചില അനുഭവങ്ങൾ അദ്ദേഹം എഴുതിയത്. അവിടെയാണ് തള്ളപ്പെടുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ചില ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. വഴികളെക്കുറിച്ച് കൊച്ചമ്മ ഓർമ്മിപ്പിച്ചു. നമ്മൾ പലപ്പോഴും വന്ന വഴികൾ മറന്നു പോകുന്നുണ്ട്. തിരിച്ചു പോകാൻ ആ വഴി നമുക്കറിയാൻ പാടില്ല. വഴി തെറ്റിപ്പോകും. തിരിച്ചു പോകുന്ന വഴി നമുക്ക് വഴി തെറ്റും. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, വരുന്ന വഴിയിലെ അടയാളങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് കൊണ്ട്. നമ്മൾ യാത്ര ചെയ്യും, പക്ഷേ നമ്മൾ ഒരിക്കലും അതിൻ്റെ അടയാളങ്ങളെ ഓർക്കാറില്ല. There are some marks which should not be forgotten. അത് മറന്നാൽ നമുക്ക് ആ വഴി തിരികെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചില ആളുകളൊക്കെ നമുക്ക് തമാശക്കാണെങ്കിലും നമുക്ക് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പറയുവാണ്, ഇപ്പൊ വലിയ ആളായിപ്പോയി, പഴയതൊക്കെ മറന്നു എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ സാധാരണ പഴയതൊക്കെ മറന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ തല മറന്ന് എണ്ണ തേക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. തല മറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തലയിലാണ് തേക്കേണ്ടത്, പക്ഷെ തലയിലല്ല തേക്കുന്നതെന്നുള്ള ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം എന്ന് പറയുന്നത് പോലെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളും ചില വഴി സൂചകങ്ങളും ഉണ്ട്. നമ്മളൊക്കെ, ചില ആളുകളൊക്കെ നമ്മൾ പലപ്പോഴും പറയും, പണം കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാനം കൊണ്ടോ ഒക്കെ ആയിത്തീരുമ്പോൾ, അത് സഹോദരങ്ങളായാലും അത് ഭവനങ്ങളിലായാലും സമൂഹത്തിലായാലും അത് രാഷ്ട്രീയത്തിലായാലും എവിടെയും നമുക്ക് ചില മറന്നുപോകലുകൾ ഉണ്ട്. അത് മറന്നു പോകാതെ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓർത്തുകൊള്ളുവീൻ എന്ന് പലപ്പോഴും വേദപുസ്തകത്തിലുള്ള വാക്ക് ശ്ലീഹന്മാരൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയും, ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഴയതൊക്കെ ഒന്ന് ഓർക്കണം എന്നാ. ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വിശുദ്ധിയിലൂടെയും സമർപ്പണത്തിലൂടെയും ഡിവോഷനിലൂടെയും സാക്രിഫൈസിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ടാ ചില പറയുന്നത് ടിയേഴ്സ്, കണ്ണുനീരെന്ന് പറയുന്നത്, ദീസ് ആർ ദ അൺസ്പോക്കൺ വേർഡ്സ്. നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മളോട് ചിലതൊക്കെ സംസാരിക്കുന്ന ഒന്നാണ് കണ്ണുനീര്. ഒരാളുടെ കണ്ണുനീര് കാണുമ്പോൾ നമുക്കറിയാം. ആ കണ്ണുനീരിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് അതിന്റെ അർത്ഥം. വെറുതെയുള്ള കണ്ണുനീര് കാണുമ്പോഴറിയാം, കാര്യമായിട്ടുള്ള കണ്ണുനീര് കാണുമ്പോഴറിയാം. നമ്മൾ സാധാരണ സ്ത്രീകളെ കുറിച്ച് പറയും, സാരി വേണമെങ്കിലും കണ്ണുനീര് ഒഴിക്കും എന്ന് പറയുന്ന പോലെ കണ്ണുനീരിന് പല രീതികളുണ്ട്, അർത്ഥങ്ങളുണ്ട്. അങ്ങനെയല്ല, കഥയില്ലാത്ത കണ്ണുനീരുകളല്ല, അർത്ഥമുള്ള കണ്ണുനീരുകൾ. ഏറ്റവും വിലയേറിയ സാധനം ഈ കണ്ണുനീരെന്ന് പറയുന്നത്. അത് ആവശ്യത്തിന് മാത്രമേ പൊടിച്ചു കളയാവൂ. അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല, മറ്റുള്ളവരെ കുഴിയിലിറക്കാനുള്ളതല്ല. അതുകൊണ്ട്
നമ്മുടെ കണ്ണുനീരിന് അതിൻ്റെതായ വിലയുണ്ട്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും അർത്ഥമുണ്ട്. നമ്മൾ ഏകാത്മജ ദേവ എന്നുള്ള പാട്ട് പാടുമ്പോൾ പറയും, ഇരുതുള്ളി കണ്ണുനീർ മാത്രമേ ഉള്ളൂ എനിക്ക് സമർപ്പിക്കാനായിട്ട്. അതാ എൻ്റെ ഏറ്റവും വലിയ സമർപ്പണം. അത് നമ്മുടെ ജീവിതത്തെ അത് ഭംഗിയാക്കി തീർക്കാൻ, അതിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇടയായി തീരണം. പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മളെ ഓർമ്മിപ്പിച്ച ഈ 4 കാര്യങ്ങൾ, the purity, the dedicational gratitude, the devotion and sacrifice, let it be the 4 pillars of our life. Let it be the base of our life, the foundation stone of our life. It should be the cornerstone which makes us strong to build on that. അതിൽ പണിയാൻ നമുക്ക് കഴിയണം. ഇതിലാണ് പണിയേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ വലിയ ഹല്ലേലൂയ പറയുന്ന പ്രാർത്ഥനകൾക്കോ അതിനേക്കാൾ അർത്ഥമുണ്ട് നമ്മുടെ ശാന്തമായ ഒരു ഇരിപ്പിനും പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് ദേവാലയത്തിലൊക്കെ പോകുന്ന സമയത്ത് അല്പസമയം ശാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വലുതാണ്. അവിടെ ഒരു തുള്ളി കണ്ണുനീര് വീഴുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ വലുതാണ്. ആ അനുഗ്രഹത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ നമുക്ക് ഇടയാക്കട്ടെ. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ വാക്കുകൾക്ക് സ്നേഹപൂർവമായ നന്ദി. DSWA MMBSന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ദൈവം നമ്പുരാൻ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും കുടുംബത്തെ എല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊച്ചമ്മയുടെ ശുശ്രൂഷയും അച്ഛൻ്റെ ശുശ്രൂഷയും എല്ലാം ദൈവം മാനിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Acha. And thank you, Kochama. Trust in the Lord with all your heart and lean not on your own understanding. In all your ways, submit to Him, and He will make your path straight. Let us plead to our Lord to enable us to have that self-reflection, gratitude, and as Kochama said, delight in His word, according to His will. Cheap grace അല്ല, divine, precious and priceless grace എന്നും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് let's continue our praise. Thank you, Kochama, for that wonderful message. It was indeed a delight to hear you talk. Philippians പറഞ്ഞു. ഞാനൊന്ന് എക്സിറ്റ് ചെയ്തോട്ടെ. നമുക്ക് വൈകിട്ട് അച്ഛന്റെ പള്ളിയിൽ ഒന്ന് പോണ സന്ധ്യ നമസ്കാരമുണ്ട്. ഞാൻ എക്സിറ്റ് ചെയ്തോട്ടെ. Sure. Thank you, Kochama. Thank you. Okay. Thank you. Philippians chapter 4 verse 6 to 7 says, likewise the Spirit helps us in our weakness, for we do not know what to pray for as we ought, but the Spirit Himself intercedes for us with groanings too deep for words. Placing our offerings to the Lord, പ്രാർത്ഥനയോടുകൂടി, we remember the Catholicate of our church, His Holiness our Baba Tirumeni, our Diocesan Metropolitan Evanius Tirumeni, and all our Tirumenis leading the various dioceses of our church, all the leaders and all the anointed in different denominations, submitting all our clergies, deacons and subdeacons, all the leaders of various spiritual organizations, especially all our former and current MMES leaders at diocese, regional and unit levels, all our spiritual organizations, Sunday School, NGO system, MMES, all our Kochamas, especially Rija Kochama, who gave us the message today, submitting everyone in prayer today, praying for our homeland and the country that we made our home here. ഈ പ്രാർത്ഥന കുറേ പേർക്കൊരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. They would like to thank the Lord for all their blessings. Birthday celebrate ചെയ്യുന്ന എല്ലാവർക്കും, ഈ മാസം celebrate ചെയ്യുന്ന എല്ലാവർക്കും, for all those who celebrate their wedding anniversaries, may God continue to dwell as the head of their household. Sick ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. Ivan, Jacob and Dave, both are suffering from cancer. Kurian is sick. He is suffering and in pain. സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. Jinu is recovering from surgery that went well. സൗഖ്യം പ്രാപിച്ചവർക്ക് വേണ്ടി നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, അവരെ ഓർത്ത് സ്തുതിക്കാം. Pray for the caretakers who give their whole and soul in serving their loved ones. Pray that God gives them immense power and strength.
especially the ones we know, Sarama Matthew, Elizabeth Auntie, submitting all of them in our prayer today, praying for the building of the churches in this entire diocese. St. Gregorius Church has requested, in Houston, has requested for prayers for their consecration, which is due in August, praying for them and thanking the Lord to have given them this blessed house of prayer. And may all the prayers done in that house be all for the glory of God. Praying for Sumam George, who has cellulitis and is hospitalized. Pray for our upcoming MMES conference that is to be held in Los Angeles. Pray for our younger generations who are going to lead ahead of us. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Let us ask our Lord to lead them in His light, align their desires according to His will. Pray for the ones who went ahead of us, those who departed from us. Pray for their families, the families who have been broken-hearted and wounded in their absence. Pray for His abundant mercy and comfort on them. Pray for those crying for children, for those who are unable to conceive, for those who have conceived and are celebrating the baptism of their kids, especially Hannah, Susan, Anthony, and Aziel Isaac. Thank God for all the blessings that He is showering upon these families and these children. For those who are weeping in difficult relationships, for those who do not have a home of their own, for those struggling with dementia and Alzheimer's, for those praying for job, for those praying for getting admitted into in better colleges. Pray that Lord blesses and helps each and every one who bow their heads in prayer. For all our leaders, for our first responders, for all our churches, ask God to impart wisdom to those in leadership, submitting every prayer and petition at our Lord's feet. Let us knock hard on His door. And now I request Pushpa Thomas to raise these petitions in prayer. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. കാരുണ്യവാന ദൈവമേ, നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും കർത്താവെ, ഓരോ വാക്കുകളും കർത്താവെ, ഓരോ സെന്റൻസും കർത്താവെ അവിടുന്ന് അറിഞ്ഞിരിക്കുന്നതിനാലും കർത്താവെ, നീ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനാലും സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് തിരുമുമ്പാകെ നിൽപ്പാൻ യാതൊരു യോഗ്യതയുമില്ല എങ്കിലും കർത്താവെ, നിന്റെ കൃപയും പ്രകാരം നിന്റെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തി അതിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ പെറ്റീഷൻസിനെയും കർത്താവെ അവിടെ കരുണയോടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടി അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അല്പമോ അധികമായോ കർത്താവെ, ഇതിനുവേണ്ടി വേല ചെയ്യുന്നതും കർത്താവെ കടന്നു വരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബാബ തിരുമേനിമാരെ, എല്ലാ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡയോസിസിനെ അവരൊക്കെയും കർത്താവെ അതിൻ്റെയൊക്കെ ചുമതലകൾ ചെയ്യുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യവും വിശുദ്ധിയും കൃപയും അവരിൽ പ്രകാശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ ഭരിക്കുന്ന അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശമ്മാശന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കളെ ഓർക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായിട്ട് കർത്താവെ ദൈവിക വേലയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ ഓർക്കുന്നു. കർത്താവെ, കരുണയോടെ അവരെയും കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ആധ്യാത്മിക ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകം ഞങ്ങളുടെ MMBSന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കോൺഫറൻസിനെയും എല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് കർത്താവെ അവർ ഹൃദയത്തിന്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഈ രാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വിവേകം, ക്രിസ്തീയവും കർത്താവെ നന്മയിലുള്ളതായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങള് ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. യുദ്ധങ്ങളെയും ക്ഷാമങ്ങളെയും ഭൂകമ്പങ്ങളെയും മാറ്റുന്നവനായ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രോഗഭാരത്താല് കർത്താവെ ഹോസ്പിറ്റലുകളിൽ ഭവനങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട്. കർത്താവെ, നിന്റെ സന്നിധിയില് പേരുപേരായി സമർപ്പിക്കുന്ന കർത്താവെ, അവരെ ശുശ്രൂഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും എല്ലാ മെഡിക്കൽ പ്രൊഫഷൻസിനെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഉറ്റവരുടെയുമില്ലാതെ കർത്താവെ കഴിയുന്ന അനാഥരെ, കർത്താവെ വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പച്ച കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെയും മിത്രങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിടിച്ചു നിൽപ്പാൻ കഴിവില്ലാതെ കർത്താവെ ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ കൂടി കഴിയുന്നവരുണ്ട്. കർത്താവെ, അവരെയൊക്കെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വ്യക്തികളും രാജ്യങ്ങളും ഉണ്ട്. കർത്താവെ, കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഓർത്ത്, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ അവരുടെ ആത്മാക്കളെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഇന്ന് വചനമാകും ഞങ്ങളോട് പ്രഘോഷിപ്പിച്ച കൊച്ചമ്മയോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്റെ മകൾ കൊടുത്ത ജ്ഞാനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ വചനമൊക്കെ ഞങ്ങളുടെ ജീവിതത്തില് കർത്താവെ ഞങ്ങള് അത് മനസ്സിലാക്കി പ്രവർത്തിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തിരുമുമ്പിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളെ അവിടുന്ന് കർത്താവെ കരുണയോട് വീക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോട് സ്തോത്രം. സകല ചിന്താകുലവും കർത്താവെ നിന്നിൽ വെക്കുന്നു. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. അടിയങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തിരുനാമ മഹത്വത്തിനായിട്ട് തീരണമേ. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിപ്പാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അറിയുന്നുവല്ലോ, സ്തോത്രം ചെയ്യുന്നു. സകലവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസവും നാം എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയും ആയിരിക്കും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും, നാടിന്മേലും, ഇടവുകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you, Acha. Thank you, Pushpanti. ആന്റിയെയും ആന്റിയുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And now we'll have Miss Priya Zachariah, who will give the vote of thanks for today's meeting. Thank you, Shini. Can you hear me? Yes. Thank you. First and foremost, all thanks and praise be to God for this time and hour of fellowship and learning. Thank you also to our Tirumeni, His Grace, Dr. Thomas Marabandes, Metropolitan of the Diocese of Southwest America. His spiritual leadership, his guidance, and his support is a continued blessing for us always. Thank you, Abhi Achan, Reverend Father Abhi Abraham, Vicar of St. Thomas Orthodox Church, Pompano Beach, Florida, and the Diocesan Vice President of DSWA MMVS. Achan, thank you for your constant guidance, your leadership, and your words of instruction for all of us. Thank you also to Jay Kachan, Reverend Father Jay Kurian, Vicar of St. Stephen's Orthodox Church, Houston, Texas, and Regional Vice President for the Houston South Region, MMVS. While Achan was not able to join us today, we thank you, Achan, for your leadership and your spiritual guidance for all of our regional activities. A special thank you also to Rija Jo Kochama, Baskiama of Reverend Father Joe Matthew of St. Thomas Orthodox Church from Poole in the United Kingdom. Kochama, your message was so beautiful and inspiring. We really thank you for your message today. Thank you to Elizabeth Taragan Auntie. While Auntie was not able to join us, thank you, Auntie, and our blessings and prayers are with you always for organizing all of the prayer coordinators. Thank you to you, Shini, for coordinating and facilitating today, and for your leadership as the General Secretary for DSWA MMVS, and to Sheena Punnus, Treasurer of DSWA MMVS. Thank you to all of the volunteers and the unit secretaries of the Houston South region for your efforts in organizing the Bible readings, the songs, the devotionals, and the intercessory prayers. And finally, to each and every one of you on the call, to all of you brothers and sisters, thank you for your time and your dedication and your blessing upon this ministry. Let the love that our Lord, boundless love that he has for each and every one of us, comfort us, give us peace,
and bring us hope and joy and gladden our hearts always. Prayers and blessings for each and every one of you. Thank you. Thank you, Priya. Thank you to everyone. And until we meet next Friday, blessed weekend to all. Thank you. Bye-bye.